ഒമാനിൽ മരിച്ച കരമന നെടുങ്കാട് സ്വദേശി നമ്പി രാജേഷിന്റെ മൃതദേഹവുമായി എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ ബന്ധുക്കളുടെ പ്രതിഷേധം. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെ തുടർന്ന് ഉറ്റവരെ അവസാനമായി ഒരു നോക്ക് കാണാനാവാതെയായിരുന്നു നമ്പി രാജേഷിന്റെ മരണം. രാജേഷിന്റെ ജീവനെടുത്തത് എയർ ഇന്ത്യയുടെ അനാസ്ഥയാണെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന ഭർത്താവിനെ ശുശ്രൂഷയ്ക്കായി ഒമാനിലേക്ക് യാത്ര പുറപ്പെട്ടപ്പോഴാണ് അപ്രതീക്ഷിതമായി വിമാനങ്ങൾ റദ്ദാക്കിയ വിവരം രാജേഷിന്റെ ഭാര്യയായ അമൃത അറിയുന്നത്. മുന്നറിയിപ്പില്ലാതെ സർവീസുകൾ റദ്ദാക്കിയതോടെ ഒമാനിലേക്കുള്ള യാത്ര മുടങ്ങി. പിന്നാലെ രാജേഷ് മരിച്ചു. ഐസിയുവിൽ നിന്നും ആശുപത്രിയിലെ റൂമിലേക്ക് രാജേഷിനെ മാറ്റിയിരുന്നു. രാജേഷിനെ ശുശ്രൂഷിക്കാൻ ആളില്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു. ഇതാണ് മരണകാരണമായതെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. അമൃതയെ അവസാനമായി ഒരു നോക്ക് കാണാൻ സാധിക്കാതെയാണ് രാജേഷ് മരണത്തിന് കീഴടങ്ങിയത് എന്നത് വസ്തുതയാണ്. അതുകൊണ്ടാണ് മൃതദേഹവുമായി ബന്ധുക്കൾ തിരുവനന്തപുരത്തെ എയർ ഇന്ത്യയുടെ ഓഫീസിന് പുറത്ത് പ്രതിഷേധിച്ചത്. മസ്കറ്റിൽ IT മാനേജരായി ജോലി ചെയ്തു വരികയായിരുന്നു രാജേഷ്. ഇതിനിടെ കഴിഞ്ഞ 7-ാം തീയതി ഹൃദയാഘാതത്തെ തുടർന്ന് രാജേഷിനെ ഒമാനിലുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അവസാനമായി ഭാര്യയെ കാണണമെന്നായിരുന്നു രാജേഷ് പറഞ്ഞിരുന്നത്. ഹൃദ്രോഗബാധയെ തുടർന്ന് ആൻജിയോപ്ലാസ്റ്റി ചികിത്സ നടത്തിയ ശേഷം മസ്കറ്റിലെ താമസ സ്ഥലത്ത് വിശ്രമിക്കുമ്പോഴാണ് രാജേഷ് തിങ്കളാഴ്ച മരണത്തിന് കീഴടങ്ങിയത്. ഭാര്യ അമൃതയും അമ്മയും 8-ന് മസ്കറ്റിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തെങ്കിലും 2 ദിവസം തുടർച്ചയായി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റദ്ദാക്കിയതിനാൽ യാത്ര മുടങ്ങി. ആദ്യ ദിവസം പുലർച്ചെ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് ഫ്ലൈറ്റ് റദ്ദായ വിവരം അറിയുന്നത്. അവസ്ഥ കരഞ്ഞു പറഞ്ഞതോടെ അടുത്ത ദിവസം ഇതേ ഫ്ലൈറ്റിൽ ടിക്കറ്റ് നൽകി. എന്നാൽ പിറ്റേന്നും സർവീസ് റദ്ദാക്കി. മസ്കറ്റിൽ വാദി കബീർ ഇന്ത്യൻ സ്കൂളിൽ IT മാനേജരായ രാജേഷിനെ 7-ാം തീയതിയാണ് റൂവി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഹൃദയധമനികളിലെ ബ്ലോക്ക് നീക്കാൻ ആൻജിയോപ്ലാസ്റ്റി നടത്തിയ ശേഷം താമസ സ്ഥലത്തെത്തി. തിങ്കളാഴ്ച സുഹൃത്തുക്കൾ രാജേഷിന് ഭക്ഷണം എത്തിച്ചു നൽകിയെങ്കിലും ഉറങ്ങിക്കിടക്കുന്നത് കണ്ട് മടങ്ങി. എന്നാൽ ഏറെ നേരത്തിന് ശേഷവും ഫോൺ എടുക്കാതിരിക്കുകയും സന്ദേശങ്ങൾ കാണാതിരിക്കുകയും ചെയ്തതോടെ സുഹൃത്തുക്കൾ വീണ്ടും എത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സമരം മൂലം യാത്ര മുടങ്ങിയിരുന്നില്ലെങ്കിൽ താമസ സ്ഥലത്ത് രാജേഷിനൊപ്പം അന്ന് അമൃതയും അമ്മയും ഉണ്ടാകുമായിരുന്നു. കുടുംബത്തിനെ ആകെ താങ്ങായിരുന്ന രാജേഷിന്റെ വേർപാടിന്റെ നടുക്കത്തിലാണ് ഉറ്റവർ. BSc നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് അമൃത. എന്തായാലും എയർ ഇന്ത്യയുടെ ഓഫീസിന് മുന്നിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ നടന്നു വന്നിരിക്കുന്നത്. എന്തായാലും ഇത് ഒരു അമൃതയുടെ കാര്യം മാത്രമല്ല, നിരവധി പേർക്കാണ് ഇത്തരത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. എയർ ഇന്ത്യയുടെ സമരം കാരണം പലർക്കും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്കായി പോകാനിരുന്നവർക്കെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ദുരിതം ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു.